എന്താണ് ക്രൂപ്പ് എന്ന് നമുക്ക് പഠിച്ചാലോ? ഞാൻ പറയുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളും പഠിച്ചു പോവാ. ഓക്കെ, ക്രൂപ്പ് എന്ന് പറയുന്നത് അപ്പർ എയർവേക്ക് ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. അപ്പർ എയർവേ ഇൻഫെക്ഷൻ ആണ് ക്രൂപ്പ്. ചെറിയ കുട്ടികളിലാണ് ഇത് സാധാരണയായിട്ട് ഉണ്ടാവുന്നത്. ക്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ എയർവേ നാരോ ആയിട്ട്, അതായത് വളരെ ചുരുങ്ങിയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവുക, അതിനെയാണ് ക്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പർ എയർവേ ഇൻഫെക്ഷൻ കാരണം എയർവേ നാരോ ആയി, ചെറുതായിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ് ക്രൂപ്പ് എന്ന് പറയുന്നത്. കോഫ് ആണ് ഇതിന്റെ മെയിൻ സിംറ്റം. ഓക്കെ, ബാർക്കിംഗ് സൗണ്ട് പോലെ തോന്നിക്കുന്ന കോഫ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഇതിന്റെ മറ്റ് സിംറ്റംസ് എന്ന് പറയുന്നത് ലാരിങ്സ്, അതായത് വോയിസ് ബോക്സ് എന്ന് നമ്മൾ പറയില്ലേ, ഈ ലാരിങ്സിനും അതുപോലെ തന്നെ ട്രക്കിയ, വിൻഡ് പൈപ്പ് ഉണ്ടല്ലോ, ട്രക്കിയ, പിന്നെ ബ്രോങ്കിയൽ ട്യൂബ്സ്. ഓക്കെ, ബ്രോങ്കിയൽ ട്യൂബ്സിനും സ്വെല്ലിങ്ങും ഇറിറ്റേഷനുമാണ് സാധാരണയായിട്ട് കോഫിന്റെ കൂടെ കാണുന്ന മറ്റ് സിംറ്റംസ്. ഓക്കെ, സോ ക്രൂപ്പിന്റെ സിംറ്റംസ് ആണ് ട്രക്കിയ, ലാരിങ്സ്, ബ്രോങ്കിയൽ ട്യൂബ്സിനുള്ള സ്വെല്ലിംഗ് ആൻഡ് ഇറിറ്റേഷൻ, അതുപോലെ തന്നെ ബാർക്കിംഗ് സൗണ്ടിലുള്ള കോഫ്. ഓക്കെ, ക്രൂപ്പ് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. കോമൺ ആയിട്ട് ഇതുണ്ടാക്കുന്ന വൈറസ് എന്ന് പറയുന്നത് പാരാ ഇൻഫ്ലുവൻസ വൈറസ് ആണ്. 6 മാസം മുതൽ 3 വയസ്സിനിടയിലുള്ള കുഞ്ഞുങ്ങളിലാണ് ഈ കണ്ടീഷൻ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. സിംറ്റംസ് ഏകദേശം 3 മുതൽ 5 ദിവസം വരെ ആയിരിക്കും സാധാരണയായിട്ട് ലാസ്റ്റ് ചെയ്യുക. ക്രൂപ്പ് ഒരു സീരിയസ് കണ്ടീഷൻ അല്ല. സാധാരണ ചെയ്യുന്ന ഹോം റെമഡീസ് കൊണ്ടൊക്കെ ക്രൂപ്പ് 3 തൊട്ട് 5 ദിവസത്തിനുള്ളിൽ ക്യൂർ ആവാറുണ്ട്. വളരെ റെയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമാണ് ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് ഈ കണ്ടീഷനെ നമ്മൾ കാണുന്നത്. ഓക്കെ.